ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കേൾക്കാൻ നമ്മൾ ഏത് നിമിഷം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ടെൻഷനും കാര്യങ്ങളും എല്ലാം കാണും അല്ലെ. കഴിഞ്ഞ എക്സാമുകൾ ഈ പറഞ്ഞ വിചാരിച്ചോട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോഴത്തെ എക്സാം എഴുതിയവർക്ക് കുറെ പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. എവിടേക്കാണ് കറക്ഷൻസ് വേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് നിങ്ങൾക്കൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫ്രഷേഴ്സ് ആയിട്ട് ആദ്യമായിട്ട് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇവിടെ എവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടി വരാൻ പോകുന്ന 2026 വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് എവിടേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്, എത്ര ദിവസം നീണ്ടിരിക്കുന്ന ഒരു പഠനമാണ്, എല്ലാം നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. സോ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആയിരിക്കും. നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ട കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. സോ അത് നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ PYQ ബേസ്ഡ് ഉള്ള റിവിഷൻ ക്ലാസ്സസ് നമുക്ക് അതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ PYQ ബേസ്ഡ് ട്രെയിനിങ്ങും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റിവിഷൻ സെക്ഷൻസ് കൂടാതെ തന്നെ PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ PYQസിന്റെ സെക്ഷൻസും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം എല്ലാം നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് സെൽഫ് അനാലിസിസ് നടത്താനും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് നമുക്കറിയാം. ഗ്രൂപ്പ് ഡി എക്സാംസിന് കറണ്ട് അഫേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഇപ്പോഴത്തെ എക്സാം എഴുതിയവർ ചോദിച്ചാൽ മതി അല്ലെ. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും കാണില്ല. അപ്പൊ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സെക്ഷൻസ് തന്നെ റെഗുലർ ബേസിസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ടെൻഷനും വേണ്ട. അതുപോലെ മാത്സും റീസണിങ് വരുമ്പോൾ എക്സാം ബേസ്ഡ് ഷോർട്ട് കട്ട്സും ട്രിക്സും എല്ലാം ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു കംപ്ലീറ്റ് ബാച്ച് ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിയേണ്ട കാര്യം എവിടേക്കാണ് നമ്മളുടെ ഫോക്കസ്. എല്ലാം കാടടച്ച് വെടിയൊക്കെ നോട്ടി എല്ലാം ഒരുപോലെ പഠിക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തേനാണെങ്കിലും പലർക്കും പറ്റിയ ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് അത് തന്നെയായിരിക്കും അല്ലെ. പഠിച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വന്നിട്ടില്ല, ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കി ഒന്നിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും അറിയാലോ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അല്ലെ. നിങ്ങൾക്ക് സയൻസിന് 25 മാർക്കാണ് വരുന്നത്, സയൻസിന് 25 മാർക്സ് ആണ്, മാത്സിനും 25 മാർക്സ് ആണ് അല്ലെ. അപ്പം ടോട്ടൽ 100ൽ 50 മാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു, സയൻസിൽ നിന്നും മാത്സിൽ നിന്നും വന്നു കഴിഞ്ഞു. ഓക്കെ, GSും മാത്സും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന രണ്ട് പോർഷൻസ് ആയിട്ട് ഏത് വന്നു കഴിഞ്ഞു, ഈ പറയുന്ന പോലെ 2 ഏരിയാസ് വന്നു കഴിഞ്ഞു. പിന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, 30 മാർക്സ് വരുന്നത് അല്ലെ. ഇനി ഇവിടുത്തെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് തന്നെയാണ്. അവിടെ നിന്ന് 20 മാർക്കിനുമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സയൻസ് മാത്സ് റീസണിങ് വരുമ്പോഴത്തേക്ക് അവിടെ ഈ 50 50 + 30 80 മാർക്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. കാര്യം സയൻസിന്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 10th NCERT ലെവലൊക്കെയാണ് നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റാൻഡേർഡ് വരുന്നത് അല്ലെ. NCERT ബേസ് ആണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയാസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കാണും. സയൻസിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്രൂപ്പ് ഡി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയാണ്, NCERT തന്നെയാണ്. NCERT ആണ് ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ്. സോ ആ ലെവലിലുള്ള ഏരിയാസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെ. സയൻസിന്റെ കേസിൽ അത് ഓക്കെയാണ്. ഇനി മാത്സിനാണെങ്കിൽ പോലും പ്രധാനമായിട്ടും ഇത്രയും ഏരിയാസിൽ നിന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരിക. ഇത്രയും ഏരിയാസ് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം, അവിടെ നിന്നുള്ള ഫുൾ മാർക്കുകൾ സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കണം ടാർഗറ്റ് അല്ലേ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ 20 ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മാത്സിനകത്ത് ക്വസ്റ്റ്യൻസ് വരിക. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത്രയും ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലേ. ഇത്ര ഏരിയാസ് നല്ല രീതിയിൽ പഠിച്ചു ഫോക്കസ് ചെയ്ത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും PYQസും എല്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാത്സ് ഏരിയയിൽ നിന്ന് മാക്സിമം സ്കോറിങ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് PYQs ബേസ് ട്രെയിൻ ചെയ്യുന്ന ഒരാൾക്ക് അത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു രീതിയിൽ ഈ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ മാത്രമാണ് കാര്യങ്ങളൊരു വ്യക്തത കുറവ് വരുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിൽ മാറി വരാന്നുള്ളത്. ഈ 25 മാർക്സും ഈ 30 മാർക്സും ഒക്കെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഫോക്കസ് ഏരിയാസും കാര്യങ്ങളും എല്ലാം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ പറയാൻ ആൾജിബ്ര നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ടൈം ആൻഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്, പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ 20 ഏരിയാസും കവർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് പിന്നീട് വലിയ ടെൻഷനും കാര്യങ്ങളും അവിടെ നിന്ന് വരത്തില്ല.
അല്ലെ? അതാണ് മാത്സിന്റെ കേസിൽ. അതുപോലെ സയൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറിയാലോ, ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വരുന്നത് എന്താണ്? NCERT ആണ് അല്ലെ? 10th സ്റ്റാൻഡേർഡ് ലെവൽ CBSE ആണ്. അപ്പൊ NCERT അതുവരെ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കവർ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, സയൻസിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോ ഈ 25+25 അല്ലെ 50 മാർക്സ് ഉറപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം അവിടെ ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, അവിടെ പിന്നെ റിസ്ക് ഇല്ല. പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അവിടെ നിന്നുള്ള മാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയ എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ജനറൽ അവയർനെസ് പോർഷൻ ആണ് അല്ലെ. അപ്പൊ അറിയാവുന്ന പോലെ തന്നെ ജനറൽ അവയർനെസ് പ്ലസ് കറന്റ് അഫേഴ്സ് ആണ് നമുക്ക് വരുന്നത്. കറന്റ് അഫേഴ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് പറ്റും, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ് പാർട്ടിലെ ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, കറന്റ് അഫേഴ്സിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. കൂടുതൽ ക്വസ്റ്റ്യൻസ് കറന്റ് അഫേഴ്സ്. അപ്പൊ കറന്റ് അഫേഴ്സ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വെറുതെ എക്സാം അടുപ്പിച്ച് നമ്മൾക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ചാനൽ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി സമയം അടുപ്പിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സെക്ഷൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന 50-100 ചോദ്യങ്ങൾ മാത്രമായിരിക്കും അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്നല്ല. നമ്മളൊരു ഷിഫ്റ്റ് അനലൈസ് ചെയ്തിട്ട് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ ആടുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, ആ ക്വസ്റ്റ്യൻ അതേപടി പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. വിച്ച് മീൻസ് ഇപ്പോൾ ഫോറിൻ റിലേഷൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കാതെ ഫോറിൻ റിലേഷൻസിൽ 2025-24 നടന്ന പ്രധാനപ്പെട്ട ട്രേഡ് എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണ്, കൺവെൻഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇപ്പൊ മിലിറ്ററി എക്സസൈസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു നോക്കുക, അതേ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരണം എന്നാണോ? ഇല്ല. മിലിറ്ററി എക്സസൈസ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ പറയുന്ന കാര്യമാണ്, 2025 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മിലിറ്ററി എക്സസൈസും നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ എക്സാം നോക്കിയെങ്കിൽ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസിന്റെ റെപ്പറ്റീഷൻ വളരെ കുറവാണ് കറന്റ് അഫേഴ്സിന്റെ കേസിൽ അല്ലെ. ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡീപ്പായിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. വെറുതെ വൺ ലൈനേഴ്സ് വെച്ചിട്ട് ഒരു ഇവന്റിനെ കുറിച്ച് ജസ്റ്റ് പഠിച്ചു പോയാൽ എന്ന രീതിയിൽ കിട്ടുന്നതാണോ? അല്ല. ഇവന്റ്സിനെ പലതിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിച്ചവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് ഇതിന് വന്നത്. ഗ്രൂപ്പ് ഡിക്ക് ഇത്തവണ വന്നാലേ ക്വസ്റ്റ്യൻസിന്റെ റെപ്പറ്റീഷൻ വളരെ കുറവാണ്. പക്ഷെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തരുന്ന ഏരിയാസ് ഉണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഫോറിൻ റിലേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മിലിറ്ററി എക്സസൈസ് ആണെങ്കിലും മേജർ അപ്പോയിന്റ്മെന്റ്സ് നാഷണൽ ലെവലിലെ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ ഇന്ത്യ സ്പോർട്സ് മേഖലയിൽ നടത്തിയ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ്, അതുപോലെ ഇന്ത്യ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിയ സ്പോർട്ടിംഗ് ഇവന്റ്സ്, ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത സ്പോർട്ടിംഗ് ഇവന്റ്സ്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയാസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ പോലും ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ കറന്റ് അഫേഴ്സ്, ജനറൽ അവയർനെസ്സിൽ ഇനിയും കറന്റ് അഫേഴ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കറന്റ് അഫേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളത് ഇൻ ഡീപ് സ്റ്റഡി തന്നെ നടത്തണം. അത് എക്സാം അടുപ്പിച്ച് ലാസ്റ്റ് 2 ആഴ്ച ഒരു വർഷത്തെ മുഴുവൻ കറന്റ് അഫേഴ്സ് പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ കേസിൽ വർക്കാവില്ല, ഒരു കാരണവശാലും വർക്കാവില്ല. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ റെഗുലർ ബേസിസിൽ നിങ്ങൾ കറന്റ് അഫേഴ്സ് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ജനറൽ അവയർനെസ്സിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല സാധ്യത ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ്. പക്ഷെ മാത്സിലും ഇതുപോലെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻസ് മാറ്റാൻ പറ്റും. റീസണിങ്ങും അതുപോലെയാണ്. റീസണിങ്ങിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത്രയും ഏരിയാസ് പഠിച്ചാൽ ഇതിന് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത് അല്ലെ. റീസണിങ്, അനലോഗി, കോഡിംഗ്, ഡീകോഡിംഗ്, റിലേഷൻഷിപ്സ് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചത് തന്നെ ആ ഏരിയ നമുക്ക് ഫിക്സഡ് ആണ് അല്ലെ. അപ്പോൾ മാത്സും സയൻസും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. റീസണിങ്ങും അതുപോലെയാണ്. ജനറൽ അവയർനെസ്സിന് പാട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കറന്റ് അഫേഴ്സ് ഇൻ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ടൈമിൽ ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രിപ്പറേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാ സബ്ജക്ട്സിന്റെയും കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. കംപ്ലീറ്റ് സിലബസ് സയൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. അത് ഓൺ ടൈം നമ്മൾ കവർ ചെയ്യും. ബാക്കി സമയം ഫുൾ നമ്മൾ പക്ക PYQ ബേസ് റിവിഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞാൽ റെഗുലർ ബേസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് സീരീസുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും RRB ഗ്രൂപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുകയാണ്, ഒരു വലിയ സോഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലേ. അത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും എല്ലാം നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കൺവീനിയന്റ് ഉള്ള ഒരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ അങ്ങനത്തെ ഇഷ്യൂസും വരുന്നില്ല. സോ ഈ രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്തവണത്തെ എക്സാമിന് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല, വിഷമിക്കേണ്ട. നമുക്ക് ഉടനെ അടുത്ത എക്സാംസ് വരുവാണ്. അതുപോലെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവരാണ്, ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചാളാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ ആവശ്യത്തിനുള്ള സമയമുണ്ട്. പക്ഷേ ഇനി ലേറ്റ് ആവരുത്.
അപ്പോൾ 2 കാറ്റഗറി, ഇപ്പോൾ പഠിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിലും ഇനി പഠിക്കാൻ പോകുന്നവരാണെങ്കിലും നല്ല രീതിയിൽ ഇനി ഇങ്ങോട്ട് പഠിക്കേണ്ട സമയമാണ്. സോ നിങ്ങളുടെ പഠിത്തത്തിന് എല്ലാ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാണ്. എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. എൻക്വയറീസ് എല്ലാം നമ്പർ ത്രൂ നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സസ് നമുക്ക് റെഗുലർ ബേസിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയണം, കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.